വീഡിയോന്നല്ലേ? ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോഷി റെസിഡ്യൂ തിയറം. എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എഴുതാണ്. കോഷി റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് സെറ്റ് ബി അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് സി. ഓക്കെ, നമ്മൾ പറയാറുണ്ട് എല്ലാ മറ്റേ കോഷി ഇന്റഗ്രൽ ഫോർമുലയിലും കോഷി ഇന്റഗ്രൽ തിയറത്തിലും പറഞ്ഞതുപോലെ ആ ഫംഗ്ഷൻ ഇൻസൈഡ് എന്താ പറയുക എല്ലാ പോയിന്റും ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ബൈ കോഷി ഇന്റഗ്രൽ തിയറം യൂസ് ചെയ്യുന്നു. ദെൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് 0 ആയിരിക്കും. അതുപോലെ ഒരു പോയിന്റ് ഇൻസൈഡ് വന്നാൽ എന്തായിരിക്കും? കോഷി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുന്നു. നമ്മൾ അതിന്റെ പ്രോബ്ലം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണെന്ത്? കോഷി റെസിഡ്യൂ തിയറം. അത് പറയുന്നത് ഒന്നിൽ കൂടുതൽ പോയിന്റ്സ് ഇൻസൈഡ് ദ സർക്കിൾ വരുമ്പോൾ അതാണ് കോഷി റെസിഡ്യൂ തിയറം പറയുന്നത്. മനസ്സിലായോ? അതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇറ്റ് ഈസ് അനലിറ്റിക് എക്സെപ്റ്റ് ഫോർ ഫൈനൈറ്റ് നമ്പർ ഓഫ് പോൾ എന്ന് വിളിക്കുന്നു. പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക് എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ, അനലിറ്റിക് അല്ലാത്ത പോയിന്റ്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോൾ അല്ലെങ്കിൽ സിംഗുലാരിറ്റി, സിംഗുലർ പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പോയിന്റുകളിൽ അനലിറ്റിക് അല്ലാതിരിക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്ന റിസൾട്ട് ആണ് എന്ത്? കോഷി റെസിഡ്യൂ തിയറം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ പോയിന്റും Z1 എന്നുള്ള ഒരു പോയിന്റിന്റെ റെസിഡ്യൂ എന്നുള്ള ടോപ്പിക് ഉണ്ട്, അത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, Z2ന്റെ റെസിഡ്യൂ കാണുന്നു. അങ്ങനെ എത്ര പോയിന്റ് ഇൻസൈഡ് ഉണ്ടോ ആ എല്ലാ പോയിന്റിന്റെ എന്ത് കാണുന്നു? റെസിഡ്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ റെസിഡ്യൂസ് എല്ലാം സം ചെയ്യാം. ഓക്കെ, അതിനെ 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഇന്റഗ്രേഷൻ്റെ ആൻസർ ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഷി റെസിഡ്യൂ തിയറം പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റിന്റെ വാല്യൂ ഈക്വൽ ടു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് എന്നാണ്. അതായത് ഇൻസൈഡിൽ എത്ര പോയിന്റ് വരുന്നുണ്ടോ അതിൻ്റെ എല്ലാം റെസിഡ്യൂ കാണുന്നു, ആ റെസിഡ്യൂസിന്റെ സം കാണുന്നു. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ എന്താന്ന് പറയാം. ഹെഡിങ് എഴുതാം, റെസിഡ്യൂ. നെക്സ്റ്റ് റെസിഡ്യൂ കാണാം, മെത്തേഡ് കേട്ടോ, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് റെസിഡ്യൂസ്. റെസിഡ്യൂ കാണാനുള്ള ഫോർമുലയാണ്. നമുക്ക് 2 ടൈപ്പാണ് പ്രോബ്ലം ചോദിക്കാറ്. സോ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത് ആ സിംഗുലർ പോയിന്റ് ഇല്ലേ, പോളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരിക? റെസിഡ്യൂ കാണും. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ കാണുന്നേക്കാൾ മുമ്പ് നമ്മൾ ആദ്യം എന്താണ് പോൾ എന്നൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. പോൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റെസിഡ്യൂവിൻ്റെ ഫോമിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് പോൾ എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാത്ത പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിംഗുലർ പോയിന്റ്. അതിന് വേറൊരു പേര് കൂടിയാണ് എന്ത്? പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു എക്സാമ്പിൾ ആണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു z square by z minus 1 into z minus 3 whole square into z plus 2. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എടുക്കും. ആ ഫംഗ്ഷന്റെ പോൾ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിനെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഈക്വൽ ടു 0 കൊടുക്കുന്നു. ആ ഡിനോമിനേറ്റർ 0 വരുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പോൾ. അതായത് പോൾസ് ആർ ഗിവൺ ബൈ denominator എന്താ? z minus 1 into z minus 3 whole square into z plus 2 equal to 0. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോന്നിന് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എന്ത് കിട്ടും? z ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇവിടെ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എന്താ വരിക? z ഈക്വൽ ടു 3 വരും. ഇവിടെ ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എന്താ വരിക? z ഈക്വൽ ടു -2 വരും. ഈ 3 പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? പോൾ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ പോളിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ z-1 ഹോൾ റേസ്ഡ് പവർ 1 അല്ലേ, അങ്ങനെയുള്ള പോളിനെ സിമ്പിൾ പോൾ എന്ന് വിളിക്കും. അതായത് z ഈക്വൽ ടു 1 ഈസ് എ സിമ്പിൾ പോൾ. അതെന്താണ്? സിമ്പിൾ പോൾ ആണെന്ന് പറയുന്നു. അതുപോലെ z ഈക്വൽ ടു 3 പവർ നോക്കി എത്രയാണ്? 2 ആണ് അല്ലേ. അതിനെ പോൾ ഓഫ് ഓർഡർ 2 എന്ന് വിളിക്കുന്നു. എന്താ പറയുക അതിനെ? പോൾ ഓഫ് ഓർഡർ 2. ആ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? റെസിഡ്യൂ കാണുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ഇട്ടത്.
അതായത് z equal to 3 is a pole of order 2 എന്നാണ് വിളിക്കുക. ഇത് ഹോൾ ക്യൂബ് ആയിരുന്നെങ്കിൽ എന്താ പറയാ, z equal to 3 is a pole of order 3. all raised to 4 വരുമ്പോഴോ pole of order 4. കാരണം ആ ഒരു മെത്തേഡ് വെച്ചിട്ട് റെസിഡ്യൂവിൻ്റെ ഫോർമുല മാറിക്കൊണ്ടിരിക്കും. അതായത് സിമ്പിൾ പോൾ വരുമ്പോൾ റെസിഡ്യൂ കാണാൻ വേറെ ഫോർമുലയാണ്, പോൾ ഓഫ് ഓർഡർ 2 വരുമ്പോൾ വേറെ ഫോർമുല, 3 വരുമ്പോൾ വേറെ ഫോർമുല, അങ്ങനെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോളിൻ്റെ ഓർഡർ നോക്കിയിട്ടാണ് നമ്മൾ ഈ റെസിഡ്യൂ കാണാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പോൾ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. z equal to -2 ഈസ് എ സിമ്പിൾ പോൾ. അതും എന്താണ്, സിമ്പിൾ പോളാണ് അല്ലേ. അപ്പോൾ സിമ്പിൾ പോൾ വരുമ്പോൾ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നു, പോൾ ഓഫ് ഓർഡർ 2 വരുമ്പോൾ വേറെ ഫോർമുല കേട്ടോ. അതിൽ 3 ഒന്ന് പഠിക്കാൻ നിൽക്കണം. നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും പോൾ ഓഫ് ഓർഡർ 2 വരെ ചോദിക്കാറുള്ളൂ കേട്ടോ. എഴുതാം. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ പോളിൻ്റെ ഓർഡർ കാണണം. ആ പോളിൻ്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, അത് റെസിഡ്യൂ കാണാനുള്ള മെത്തേഡിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് എഴുതുക, റെസിഡ്യൂ കാണാൻ പോകും. ശരിക്കും പറഞ്ഞാൽ 2 ഫോമുല പഠിച്ചാൽ മതി, അതാണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, എങ്കിലും 3ാമത്തെ ഫോമുല കൂടി ഞാൻ എഴുതുകയാണ്. കേസ് 1 ഒന്നാമത്തെ കേസാണ്, വളരെ സിമ്പിളാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. z equal to a is a simple pole. നമുക്ക് കിട്ടുന്ന ആ ആൻസർ സിമ്പിൾ പോൾ ആണെങ്കിൽ അപ്പോൾ റെസിഡ്യൂ കാണാനുള്ള ഫോർമുലയാണ് ഞാൻ ജസ്റ്റ് എഴുതുന്നുണ്ട്. റെസിഡ്യൂ അറ്റ് z equal to a ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. f of z തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ റെസിഡ്യൂ ഈക്വൽ ടു, വളരെ സിമ്പിൾ ഫോർമുലയാണ്, ലിമിറ്റ് z ടെൻഡിങ് ടു a z മൈനസ് a ഇൻറ്റു f of z. ഇത് ബോക്സിലാക്കി വയ്ക്കാം, എക്സാമിന് ബോക്സിലാക്കി വെക്കണം കേട്ടോ എല്ലാ ഫോർമുലാസും. ഓക്കെ, റെസിഡ്യൂ അറ്റ് z equal to a f of z കാണാനുള്ള ഫോർമുലയാണ്. ജസ്റ്റ് ഒരു ലിമിറ്റ് കാണാണ് കേട്ടോ, പണ്ട് പഠിച്ച ലിമിറ്റ് ഇല്ലേ, ലിമിറ്റ് z ടെൻഡിങ് ടു a z മൈനസ് a ഇൻറ്റു f of z. അതുപോലെ കേസ് 2 പോളിൻ്റെ ഓർഡർ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കേട്ടോ. z equal to a is a pole of order 2. നേരത്തെ പറഞ്ഞ പോലെ ഹോൾ സ്ക്വയർ വരികയാണെങ്കിൽ, മനസ്സിലായോ, സ്ക്വയർ വരികയാണെങ്കിൽ അപ്പോൾ റെസിഡ്യൂ കാണാനുള്ള ഫോർമുലയാണ് റെസിഡ്യൂ അറ്റ് z equal to a f of z equal to limit z tending to a d by dz. കുറച്ച് പണി വരികയാണ് കേട്ടോ, ചെറിയൊരു ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. d by dz ഓഫ് z മൈനസ് a ഹോൾ സ്ക്വയർ ഇൻറ്റു f of z. അതും ഒരു ബോക്സിൽ ശരിക്കും ഈ 2 ഫോമിൽ പഠിച്ചാൽ മതി. d by dz ഓഫ് z മൈനസ് a ഹോൾ സ്ക്വയർ മെയിനായിട്ട് ഇത് പഠിച്ചാൽ മതി. എങ്കിലും ഞാൻ 3 വരുമ്പോഴേക്കും ജസ്റ്റ് പറയുന്നുണ്ട്, എഴുതാം. കേസ് 3 മൂന്നാമത്തെ കേസാണ്.
Z equal to A is a is a pole of order 3. Order 3 വരുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. Residue at Z equal to A f of Z equal to limit Z tending to A 1/2 factorial. അതാണ് എക്സ്ട്രാ വന്നേക്കണേ. 3 വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? 1/2 factorial d square by dz square of സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് പഠിച്ചിട്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തെറ്റിക്കും. അപ്പോൾ അതുകൊണ്ട് 2 പ്രാവശ്യം ഡിഫറൻഷ്യേഷനൊക്കെ നിങ്ങൾ അറിയെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യാം കേട്ടോ. d square by dz square of z minus a whole cube into f of z. അപ്പോൾ ഇനി ഓർഡർ 4 വരുമ്പോൾ എന്താ ഉണ്ടാവുക? 1/3 factorial d cube by dz cube of f ഇതേപോലെ വരും കേട്ടോ. z minus a whole raised to f of z. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊന്നും പഠിക്കാൻ നിൽക്കണ്ട. നമുക്ക് എക്സാമിന് വെച്ച് പഠിക്കാനുള്ളത് എന്താ? ആദ്യത്തെ 2 ഫോമുലയുള്ളൂ. നിങ്ങൾ അത് പഠിച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ടൊന്നും പഠിക്കാൻ നിൽക്കണ്ട. കാരണം ഇതൊക്കെ നമ്മൾ തെറ്റിക്കും. ഇത് കോഷ്യൻ റൂളാണ് വരിക ഡിഫറൻസിയേഷൻ്റെ, പ്രോഡക്റ്റ് റൂളൊന്നല്ല. ആ കോഷ്യൻ റൂളിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ആൻസറാണ് കിട്ടുക. അതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും തെറ്റിക്കാനുള്ള ചാൻസ് 100% കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ട 2 ഫോമുല പഠിച്ചാൽ മതി. ആദ്യത്തെ 2 എണ്ണം ജയിക്കാൻ വേണ്ടി അത്ര പഠിച്ചാൽ മതി. പിന്നെ നല്ല പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പഠിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോമുല എഴുതിയല്ലോ. ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ കോഷി ഇൻ്റഗ്രൽ ഫോമുല പോലെ ഒന്നല്ല, കൺഫ്യൂഷനൊന്നും ആവില്ല. സിമ്പിളായിട്ട് കാര്യം ചെയ്യാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. ഇവാലുവേറ്റ് integral over c z square by z into z minus 1 into z minus 2 dz, where c is the circle mod z minus 2 equal to 1, where c is the circle mod z minus 2 equal to 1. നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്നുള്ള യൂണിറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാ പ്രോബ്ലവും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ എന്താണ് സർക്കിള്? മോഡ് z മൈനസ് 2 ഈക്വൽ ടു 1, അതാണ് സർക്കിൾ അല്ലേ. ആ സർക്കിളിൻ്റെ ഫോം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അതിൻ്റെ സെൻറ്റർ ആണ്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ എത്രയാണ്? 2. പുറത്ത് ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് വരുന്നതാണ് എന്ത്? റേഡിയസ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 1. ഓക്കെ, അപ്പോൾ സെൻറ്റർ 2ഉം റേഡിയസ് 1 ആയിട്ടുള്ള സർക്കിളിനെ നമ്മളൊന്ന് വരയ്ക്കുന്നു. ഏതൊരു ക്വസ്റ്റ്യനും കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ക്ലോസ്ഡ് സർക്കിളോ ക്ലോസ്ഡ് കർവോ തരും. അത് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. അപ്പോൾ ആദ്യം സർക്കിൾ വരയ്ക്കുകയാണേ. സെൻറ്റർ 0, 1, 2, 3, 4, 1, 2, 3, -1, -2, -1, -2. സെൻറ്റർ 2 ആണ് അല്ലേ? സെൻറ്റർ 2 ആണ് നമ്മുടെ. അപ്പോൾ സെൻറ്റർ എന്ത് കൊടുത്തു? 2 സെൻറ്റർ. റേഡിയസ് എത്രയാണ് പറഞ്ഞത്? 1 ആണ്. റേഡിയസ് 1 എന്ന് പറഞ്ഞാൽ ആ സെൻറ്ററിൽ നിന്ന് ഒരു യൂണിറ്റ് ഇങ്ങോട്ട് മാറണം, ആ സെൻറ്ററിൽ നിന്ന് ഒരു യൂണിറ്റ് ലെഫ്റ്റിലോട്ട് പോകണം, ആ
ആ സെൻറ്ററിൽ നിന്ന് ഒരു യൂണിറ്റ് മുകളിലോട്ട് പോകണം, സെൻറ്ററിൽ നിന്ന് ഒരു യൂണിറ്റ് താഴോട്ട് വരണം. അതിനെ ഒരു സർക്കിളായി മാറ്റുക. ഏകദേശം ഒരു സർക്കിളായാൽ മതി കേട്ടോ, ഭംഗിയൊന്നും വേണ്ട, നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. റഫ് സ്കെച്ചാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എഴുതിക്കോളൂ, സർക്കിൾ വരയ്ക്കും. എല്ലാവരും വരച്ചില്ലേ? സോ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്കിൾ വരയ്ക്കുന്നു. ഇനി നമ്മുടെ പഴയ പ്രോബ്ലം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് നോട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. ഇവിടെ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യാണ്? പോള് കണ്ടുപിടിക്കുന്നു. ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു? പോള് കാണാണ്. താഴെ എഴുതാം, പോൾസ് ആർ ഗിവൺ ബൈ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോള് കാണാൻ പോവാണ്. പോൾസ് ആർ ഗിവൺ ബൈ. എങ്ങനെ പോള് കാണുന്നത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഡിനോമിനേറ്ററിനെ ഈക്വൽ ടു 0 കൊടുക്കുന്നു. എങ്ങനെ പോള് കാണാം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ഡിനോമിനേറ്ററിനെ ഈക്വൽ ടു 0 കൊടുക്കുന്നു. അതായത് z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 ഈക്വൽ ടു 0. ക്ലിയർ ആയോ? അതിന് ഓരോന്നിനെയും ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പൊ എന്താ വരിക? z ഈക്വൽ ടു 0, z ഈക്വൽ ടു 1, z ഈക്വൽ ടു 2. ക്ലിയർ ആയോ? ഇതാണ് എന്ത്? പോള്. അതൊന്ന് കാണാൻ രസമായിട്ട് എഴുതാണ്. ഇതെല്ലാം സിമ്പിൾ പോളാണോ ഓർഡർ 2 ആണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കുക. ഇസഡിന്റെ മുകളിൽ സ്ക്വയർ ഉണ്ടോ? ഇല്ല, അപ്പൊ അത് സിമ്പിൾ പോളാണ്. ഈ ടേമിന്റെ മുകളിൽ സ്ക്വയർ ഉണ്ടോ? ഇല്ല, അതും സിമ്പിൾ പോളാണ്. ഇതിന്റെ ടേമിൽ സ്ക്വയർ ഉണ്ടോ? ഇല്ല, അതും സിമ്പിൾ പോളാണ്. അപ്പൊ 3 പോളുകൾ എന്താണ്? സിമ്പിൾ പോളാണ്. അത് കുറച്ചുകൂടി കാണാൻ രസത്തിന് എടുത്ത് എഴുതാണ്. z equal to 0 is a simple pole. അതൊരു സിമ്പിൾ പോളാണ്. z equal to 1 is a simple pole. അതും എന്താണ്? സിമ്പിൾ പോളാണ്. z equal to 2 is a simple pole. അതെന്താണ്? സിമ്പിൾ പോളാണ്. ഓക്കെ, ഒരു കാര്യം കൂടി നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പഠിക്കാനുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഇൻസൈഡ് സി. ഇൻസൈഡ് സിയിൽ വരുന്ന പോളുകൾ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ വാല്യൂസ് ഒന്ന് നമ്മൾ ഫിഗറിൽ നോക്കുകയാണ്. 0 എന്നുള്ളത് ഇവിടെ വരുന്നത് അല്ലേ? അത് സർക്കിളിന്റെ ഇൻസൈഡ് ആണോ? ഔട്ട്സൈഡ് ആണ്. അപ്പൊ അത് വേണ്ട. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതാം ഔട്ട്സൈഡ്. 1 ഓൺ ദ സർക്കിൾ ആണ് അല്ലേ? ഓക്കെ, അതായത് അത് ഇൻസൈഡ്. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് ആൻഡ് ഓൺ എ സർക്കിൾ എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ അതും എന്താണ്? ഇൻസൈഡ് ആണ്. ദെൻ 2 ഇൻസൈഡ് അല്ലേ? അതും ഇൻസൈഡ് ആണ്. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യന്റെ എല്ലാ പോയിന്റിലും റെസിഡ്യൂ കാണേണ്ട ആവശ്യമില്ല. ഇൻസൈഡ് വരുന്ന ഈ 2 പേരിൽ മാത്രമേ നമ്മൾ എന്ത് കാണേണ്ടുള്ളൂ? റെസിഡ്യൂ കാണേണ്ടതുള്ളൂ. ഏതൊക്കെ എത്രയും ജസ്റ്റ് എഴുതാം. ഇപ്പൊ നമ്മളൊക്കെ ഇനി 2 റെസിഡ്യൂ കാണണം. കുറച്ച് സ്റ്റെപ്പ് കൂടുതലുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റെസിഡ്യൂ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ലിമിറ്റ് എഴുത, വെട്ടിക്കളയാ, ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സർക്കിൾ വരയ്ക്കുന്നു, അതിനുശേഷം പോള് കണ്ടുപിടിക്കുന്നു, ആ പോളിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വയ്ക്കുന്നു. അത് സിമ്പിൾ പോളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല എഴുതുന്നു. ഓക്കെ, തുടങ്ങാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെസിഡ്യൂ കണ്ടുപിടിക്കാം. എന്താണ് റെസിഡ്യൂ എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് സിമ്പിൾ പോളിന്റെ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല ഞാനൊന്ന് എഴുതാണ്. നിങ്ങൾ എഴുതിക്കോളൂ. എക്സാമിന് സിമ്പിൾ പോളിന്റെ ഫോർമുല ഒന്ന് എഴുതിക്കുന്നു. എങ്ങനെ വരിക? റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു a f of z. എന്താ ഫോർമുല? ലിമിറ്റ് z tending to a z minus a into f of z. സിമ്പിൾ പോളിന്റെ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല. അപ്പൊ നമുക്ക് റെസിഡ്യൂ അറ്റ് ആദ്യം ആര് കാണണം? z ഈക്വൽ ടു 1 അല്ലേ? 1 അല്ലേ നമ്മുടെ റെസിഡ്യൂ? രണ്ട് റെസിഡ്യൂസാണ് കാണേണ്ടത്, 1ഉം 2ഉം. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 കാണാൻ പോവാണ്. എന്ത് ചെയ്യുന്നു? ഈ a കാണുന്നിടത്തൊക്കെ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. അപ്പൊ എന്താ ഫോർമുല വരിക? ലിമിറ്റ് z tending to 1 z minus 1 into
f of z equal to limit z tending to 1 z minus 1 into എന്താണ് f of z? നമ്മുടെ given question. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? z സ്ക്വയർ ഡിവൈഡഡ് ബൈ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2. അതല്ലേ ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ എഴുതുന്നു. എല്ലാ പ്രോബ്ലത്തിലും ശ്രദ്ധിക്കണേ, റെസിഡ്യൂ തിയറത്തിന്റെ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മുടെ ഈ z മൈനസ് 1 ഇൻറ്റു എന്ന് പറഞ്ഞ ടേമില്ലേ, ആ ടേമും ഈ ടേമും വെട്ടിപ്പോവും, 100% വെട്ടിപ്പോവും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ അത് തെറ്റാണെന്ന് ഉറപ്പിച്ചോളൂ കേട്ടോ. എന്തായാലും ക്യാൻസൽ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ളതൊന്നും എടുത്തെഴുതാം. ലിമിറ്റ് z ടെൻഡിങ് ടു 1 z സ്ക്വയർ ബൈ z ഇൻറ്റു z മൈനസ് 2. ആ കിട്ടിയ ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? z-ന് 1. ഏതാ മനസ്സിലായില്ല? അയ്യോ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് പറ്റി. ക്വസ്റ്റ്യന് z സ്ക്വയർ പ്ലസ് 1 എന്നാക്കോ. സ്റ്റാർട്ടിങ് മുതലേ വീഡിയോ ചെയ്ത് റെക്കോർഡിങ് തരോ? ആദ്യം ചോദിക്കേണ്ടതാ. ഓക്കെ, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് പറ്റിയതാണ്. z സ്ക്വയർ പ്ലസ് 1 എന്നാക്കുക. ഓക്കെ, അപ്പോൾ കാര്യം കഴിഞ്ഞില്ലേ? ആദ്യം മുതൽ ഇതാക്കിയ ക്വസ്റ്റ്യൻ മാറ്റാം. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയില്ലേ, ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റേട്ടാ. വീഡിയോ റെക്കോർഡ് ചെയ്യാനൊന്നും പോണില്ല, എല്ലാവരും ക്വസ്റ്റ്യൻ മാറ്റിക്കോളൂ. ഓക്കെ, z സ്ക്വയർ പ്ലസ് 1 എന്നാക്കുന്നു. അല്ലെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ വെട്ടിപ്പോണ കാര്യം എഴുതിയത് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ z സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മാറ്റിയിട്ടാ. ദെൻ z-ന് പകരം ലിമിറ്റ് കൊടുക്കുന്നു 1. അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 1 ബൈ 1 ഇൻറ്റു 1 മൈനസ് 2 ഈക്വൽ ടു 2 ബൈ മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2. ഇതേപോലെ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 2 കാണും. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 2 കാണും. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് z ടെൻഡിങ് ടു 2 z മൈനസ് 2 ഇൻറ്റു f of z ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡിങ് ടു 2 z മൈനസ് 2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 z മൈനസ് 2 ക്യാൻസൽ ചെയ്തു നേരത്തെ പോലെ. ഈക്വൽ ടു ലിമിറ്റ് z ടെൻഡിങ് ടു 2 z സ്ക്വയർ പ്ലസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 1 ഈക്വൽ ടു ലിമിറ്റ് കൊടുക്കുന്നു കേട്ടോ. ആൻസർ എന്താ? 2 ആണ് കൊടുക്കേണ്ടത്. 2 സ്ക്വയർ പ്ലസ് 1 ബൈ 2 ഇൻറ്റു 2 മൈനസ് 1. 2 സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു 5 ബൈ 2. ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ന്യൂമറേറ്റർ ചെറിയൊരു മാറ്റം വരുത്തട്ടെ. ക്വസ്റ്റ്യനിൽ z സ്ക്വയർ പ്ലസ് 1 ആക്കുക. നേരത്തെ z സ്ക്വയർ എന്നായിരുന്നു, അത് z സ്ക്വയർ പ്ലസ് 1 ആക്കുന്നു. ഇപ്പോൾ 2 റെസിഡ്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു 1 റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു. ലെങ്ത് കൂടുതലാണ്, ഞാനത് പറയുന്നില്ല. ലെങ്ത് കൂടുതലാണ്, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. ഇനി റെസിഡ്യൂ തിയറി അല്ല, അതിൻ്റെ അപ്ലിക്കേഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻ. അണ്ണാ യൂണിവേഴ്സിറ്റി അല്ല, എല്ലാ യൂണിവേഴ്സിറ്റിക്കും എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്, ഒരു കോണ്ടൂർ ഇൻ്റഗ്രേഷൻ, അതാണ് ചോദിക്കുന്നത്. ഇതും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല, ഇത് വെച്ചിട്ട് അവസാനിപ്പിക്കാറൊക്കെ ഉണ്ട് ചിലവരെ. ഇനിയും ചെയ്യാനുണ്ട്. ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. താഴെ എഴുതാം. ബൈ കോഷി റെസിഡ്യൂ തിയറം, by Cauchy residue theorem, integral over C f of z dz equal to
നമ്മുടെ തിയറം എന്താണ്? 2πi into sum of residues. 2πi into sum of residues. അതായത് ഇന്റഗ്രൽ ഓവർ സി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. z² + 1/z into z-1 into z-2 dz. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അത് കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി എന്നാ പറയുന്നത്? 2πi into sum of residues. നമ്മുടെ റെസിഡ്യൂസ് ഏതൊക്കെ കിട്ടിയത്? ആദ്യം -2 + 5/3 = 2πi into ഒന്നുകിൽ കാൽക്കുലേറ്റർ കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവർ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റർ എടുത്ത് ടൈപ്പ് ചെയ്യാം കേട്ടോ. അല്ലാത്തവർ എന്ത് ചെയ്യാം? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. 5/2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. -4 + 5/2 = 2πi into 1/2. 2 ക്യാൻസൽ ചെയ്തു =πi. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? πi എന്നാണ് കേട്ടോ. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം?